നാടും നഗരവും ഓണാവേശത്തിലാണ്. എല്ലാവരും ഓണം ഇങ്ങനെ തകർത്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്ലബ്ബുകളും ഓരോ റെസിഡൻസുകളും അതുപോലെ തന്നെ നാട്ടിലെ കൂട്ടായ്മകളും ഒക്കെ ഇങ്ങനെ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും പ്രായഭേദമന്യേ എല്ലാവരും ഓണം ആഘോഷിച്ച് കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നതും ഒരു തകർപ്പൻ ഓണാവേശത്തിലേക്കാണ്. നമ്മൾ കഴിഞ്ഞ തവണ എത്തിയ ആനപ്പാറയിലെ ഓണാവേശമാണെങ്കിൽ ഇത്തവണ ആനപ്പാറയിലെ ഓണോത്സവമാണ്. അപ്പോൾ ആനപ്പാറയിലെ ഓണോത്സവത്തിൻ്റെ ഓണക്കാഴ്ചകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മത്സരങ്ങൾ തന്നെയാണ്. ഒരുപാട് വ്യത്യസ്തമായ മത്സരങ്ങളാണ് ഓരോ തവണ ഇവിടെ സംഘാടകർ ഇവിടെ എത്തുന്നവർക്കായിട്ട് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ ആയിട്ട് സംഘടിപ്പിക്കാറ്. അപ്പോൾ സംഘാടകരായിട്ടുള്ള പ്രസിഡന്റ് ജയേട്ടൻ അല്ലേ, അതുപോലെ തന്നെ സുധീഷ് സെക്രട്ടറിയാണ്. സുധീഷ് നമ്മുടെ കേരള വിഷൻ്റെ ഒരു സ്റ്റാഫ് കൂടിയാണ് അല്ലേ? എവിടെയാണ്? പുതുക്കാട് ഹെഡ് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ജയേട്ടാ, നമ്മൾ കഴിഞ്ഞ തവണയും അടിപൊളി മത്സരങ്ങളായിരുന്നു. ഇത്തവണ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്? നമുക്ക് എന്ന് വെച്ചാൽ ആനപ്പാറയിലെ ഓണോത്സവം ഇപ്പോൾ നമ്മുടെ വയനാട്ടുകാർ മൊത്തം കാണുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ? ചെറിയ അവർക്കുള്ള മത്സരങ്ങൾ, മിഠായി പെറുക്കൽ, ബിസ്ക്കറ്റ് കടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് ഫില്ലോപ്പൈറ്റ്, അതാണ് അടിപൊളി ഒരു പരിപാടിയാണ് മെയിൻ. പിന്നെ അതിനുവേണ്ടിയാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇതിന് മുന്നത്തെ വട്ടം ജയിച്ചവർ തമ്മിൽ വാശിയേറിയ പോരാട്ടമാണ്. പിന്നെ അതിന് ക്യാഷ് പ്രൈസ് കാര്യങ്ങളൊക്കെ സ്പോൺസർ ഉണ്ട്. പിന്നെ കലന്തല്ലി പൊട്ടിക്കൽ, പിന്നെ ഇക്കൊല്ലം ഈ കട്ടൻ സെറ്റിലുണ്ട്. അത് താഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു മത്സരമാണത്. തടി തൂക്കമുള്ള തടി ഏറ്റവും കൂടുതൽ ദൂരം ഉയർത്തുന്ന ആൾക്ക് സമ്മാനം, അങ്ങനെ മത്സരം. വെറൈറ്റി ഒരു ഐറ്റം തവണ നമ്മൾ കൊണ്ടുവന്നതാണ്. അതെവിടെയും കാണാത്തൊരു മത്സരമാണ്. നമ്മൾ താഴ്നാട്ടിലേക്ക് കോട്ടയം ഭാഗത്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത്തവണ നമ്മളിവിടെ കട്ടൻ സേറ്റൽ എന്ന് പറഞ്ഞൊരു മത്സരം. തൂക്കമുള്ള തടി, ഏറ്റവും കൂടുതൽ വെയിറ്റ്, ഏറ്റവും കൂടുതൽ ദൂരം കൊണ്ടുവന്ന ആൾക്ക് പ്രൈസ്. പിന്നെ നമ്മളെ വടംവലി ഇവിടുത്തെ ഒരു ആവേശമാണ്. പ്രാദേശിക വടംവലി. പുതിയൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ പച്ചമുളക് തീറ്റ. ഏറ്റവും കൂടുതൽ പച്ചമുളക് തിന്നുന്ന ആൾക്കാർക്ക് പ്രൈസ്. നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് മെയിൻ മത്സരങ്ങളാണ് എത്തിക്കുന്നത്. അതേ നമുക്ക് പില്ലോ ഫൈറ്റ് എന്തായാലും നമ്മൾ ചെയ്യും. പിന്നെ എന്താ കട്ടൻ സെറ്റിൽ, അത് നിർബന്ധമായിട്ട് എല്ലാവരും പ്രേക്ഷകർ കാണാത്തൊരു മത്സരം കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് കാണിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഉറിയടി സാധാരണയാണെങ്കിൽ പക്ഷേ അതൊരു ആവേശമാണ്, മസ്റ്റാണ്. അങ്ങനെ ഒരുപാട് മത്സരങ്ങളാണ് ഇവിടെ സംഘാടകർ ഒരുക്കുന്നത്. വാഴകയറ്റം മാറ്റി ഇത്തവണ ഞങ്ങൾ ഒരു യൂക്കാലിപ്സ് ആണല്ലേ? അതെ വാഴകയറ്റമല്ല, കിട്ടാനില്ല. അതെ, വാഴകയറ്റമല്ല, യൂക്കാലിപ്സ് കയറ്റമാണ് ഇത്തവണത്തെ പ്രത്യേകത, വെറൈറ്റി. അതെ. അപ്പോൾ എന്തായാലും സന്തോഷം. നിങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ഇന്നിവിടെ ഓണായിരിക്കുകയാണ്. എന്താ പറയുക, നിങ്ങളുടെ ഒരു ആവേശം എന്ന് പറയുന്നത് എല്ലാ തവണയും ഇങ്ങനൊരു കൂട്ടായ്മ ഇത്രയും വലിയൊരു മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണല്ലോ. ആണ്. പക്ഷേ നമ്മളെ ഈ പ്രദേശത്തുള്ള ഈ ക്ലബിൻ്റെ പരിധിയിലുള്ള ആൾക്കാരൊക്കെ നല്ല സഹകരണം എല്ലാം കൊണ്ടും. നമ്മളൊരു പിരിവിന് പോയാലും എല്ലാം കൊണ്ടും ഇവിടുത്തെ ഈ നാട്ടുകാർ തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കുന്നത്. നമ്മളതിൻ്റെ നടത്തിപ്പുകാരൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് എത്രാമത്തെ വർഷമായി? ഇതൊരു 40 വർഷമായി. നമ്മുടെ ചേട്ടന്മാർ എന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് ചേട്ടന്മാർ നടത്തിക്കൊണ്ട് വരുന്ന കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നു. ഇനിയിപ്പം എൻ്റെ കാലം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഏറ്റെടുത്ത് നടത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്കിനി സംസാരിച്ച് നമ്മൾ സമയം കളയുന്നില്ല, മത്സരങ്ങളിലേക്ക് പോകണം. മത്സരത്തിൻ്റെ ആവേശ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ആ പങ്കാളിത്തം കൊണ്ട് വ്യത്യസ്തമാണ് ആനപ്പാറയിലെ ഓണോത്സവം. അപ്പോൾ നമുക്ക് കസേരകളിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഒരു ഓണാഘോഷമാകുമ്പോൾ കസേരകളി ഒരു ആവേശമുള്ള മത്സരമാണ്. എത്ര തവണ നമ്മൾ കസേരകളി വെച്ചാലും ഓരോ തവണയും നമുക്കൊരു ആവേശമായിട്ടുള്ളതാണ് കസേരകളി പോലുള്ള മത്സരങ്ങൾ. അപ്പോൾ നമ്മുടെ ആനപ്പാറയിലെ ഓണോത്സവത്തിലെ കസേരകളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. അത് ഓടിക്കില്ല. നല്ല രീതിയിൽ വരിക. വിട്ട് വരണം. കസേരയിൽ പിടിക്കരുത്, കസേരയിൽ തൊടരുത്, കസേരയിൽ തൊടാതെ ഓടണം. കസേരയിൽ ആരും തൊടരുത്, ഒഴിഞ്ഞ് ഓടുക. അതാണ് നമുക്ക്. വിട്ട് ഓടുക, ഓടണം, ഓടണം, നടക്കരുത്, ഓടുക, ഓടണം. അവസാന ഘട്ടത്തിലേക്ക് കുട്ടികളെ മത്സരിച്ചു കൊടുക്കുന്നതാണ്. കഴിഞ്ഞു. മുന്നോട്ട് മാത്രമുള്ള ഗതി പോകണം, പിന്നോട്ട് തിരിഞ്ഞിരിക്കരുത്. ഓടുക, ഓടുക. പ്രോത്സാഹനം കൊടുക്കുക. നിങ്ങൾ എന്താണ് നേർച്ചവെക്കുന്നത്? കൈയടിക്കുക, കൈയടിക്കേ, കൈയടിക്കേ. അതിനെന്താണ്? മുന്നോട്ട്, 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 മുന്നോട്ട്. സ്പോൺസർ പിക്ചർ അഡ്വർടൈസിംഗ് സുൽത്താൻ ബത്തേരി. 2 സമ്മാനം 25 കിലോ അരി, 3 സമ്മാനം ഡിന്നർ സെറ്റ്. അമ്പലവയലിൽ നിന്ന് എരുമാടിലേക്കും നെഡോറയുടെ ഫാഷൻ യാത്ര. സ്ത്രീകൾക്കായി മാത്രം പുതുപുത്തൻ ട്രെൻഡുകളിലെ കിടിലൻ ഫാഷൻ കളക്ഷനുകളുമായി നെഡോറ ഫാഷൻ ഹബ്ബ്. അമ്പലവയലിന്റെ സ്വന്തം ഫാഷൻ ഹബ്ബ് ഇപ്പോൾ എരുമാടിലും പുതിയ ബ്രാഞ്ചുമായി. നെഡോറ ഫാഷൻ ഹബ്ബ്, അമ്പലവയൽ, എരുമാട്. കസേരയിൽ പിടിക്കരുത്. കസേരയിൽ പിടിക്കുമ്പോ ഒരാള് കസേരയിൽ പിടിച്ചിട്ടാ ഓടിയത്, അത് ശരിയല്ല.
കസേരയിൽ പിടിച്ചത്, കസേരയിൽ തൊട്ടാൽ കസേരയിൽ തുടരുതെന്ന് പറഞ്ഞ പിന്നെയാണ് അപ്പോൾ ഓണാഘോഷം എന്ന് പറയുമ്പോൾ സദ്യ നിർബന്ധമാണ്. അത് ആനപ്പാറയിലെ ഓണോത്സവത്തിന് ഓരോ തവണയും ഗഞ്ചശില ക്ലബ്ബുകാരിവിടെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കുന്നത്. അപ്പോൾ ഇത്തവണ സദ്യക്ക് നമുക്ക് പ്രേമേട്ടനൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്? ഞങ്ങൾ പിന്നെ ചോറ്, പായസം, കൂട്ടുകറി, ഉപ്പേരി, പിന്നെ അവിയൽ, പിന്നെ സാമ്പാർ, പപ്പടം, അച്ചാർ, പിന്നെ പുളിയിഞ്ചി, ഇത്രയും സാധനങ്ങളാണ്. മോരുകറി ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിവിടെ വരുന്ന എല്ലാവർക്കും ഭക്ഷണം ഉണ്ടോ? ഇന്ന് വരുന്ന ഇവിടെ ആരൊക്കെ വരുന്നോ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ സദ്യവട്ടങ്ങൾ ഇവിടെ തകർത്തൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇതിന് ഞങ്ങൾ അതല്ലാണ്ട് തന്നെ ഞങ്ങൾ 10-15 പേരുണ്ട്. ഇവിടെയുള്ള അത്യാവശ്യം അമ്പലങ്ങളിലൊക്കെ ഞങ്ങൾ തന്നെയാണ് സദ്യ ഒരുക്കൽ. വർഷങ്ങളായിട്ട് ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ പിന്നെ പുറമെ പോയിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല വേറെ ഭക്ഷണത്തിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ ക്ലബ്ബാണ്. വർഷങ്ങൾക്ക് മുന്നേ പഴക്കമുള്ള നമ്മളൊക്കെ പിന്നെ മൂത്ത ആൾക്കാരൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പുള്ളിയാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. എന്തായാലും വളരെ ഭംഗിയോടുകൂടിയാണ് ഞങ്ങൾ എല്ലാ പരിപാടിയും ഇവിടെ ചെയ്യാറുള്ളത്. നിങ്ങളെ ഒരു കൂട്ടായ്മയുടെ നേതൃത്വം എല്ലാവരും ഓരോരുത്തരും ഓരോ പണിയും തൊഴിലും അറിയണവരാണ് എല്ലാവരും. അപ്പോൾ ഒന്നിനും ഞങ്ങൾക്കൊരു ഇത് വന്നിട്ടില്ല. ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുപോകും. ഓക്കെ, ഇവിടെ ഇപ്പോൾ സദ്യ ഒരുക്കുന്നവരാണ്. നമ്മളിപ്പോൾ നേരത്തെ അവിടെ നമ്മുടെ ഗ്രൗണ്ടൊക്കെ ഒരുക്കുന്നവർ കണ്ടു. അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ അങ്ങനെ കറക്റ്റ് ടൈമിൽ നടത്താൻ വേണ്ടി അതൊരു സെറ്റായിട്ടുള്ള ആൾക്കാരുണ്ട്. പ്രോഗ്രാം കമ്മിറ്റി ആയിട്ട്. അതെ, 3 ദിവസമായിട്ട് ഇവിടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓരോ ടീമുകളായിട്ട് നിങ്ങളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ സെക്ഷനായി തിരിച്ചു വിടും. അവരത് ക്ലിയറായിട്ട് വളരെ ഭംഗിയോടെ എല്ലാവരും ഒരേ കൂട്ടായ്മയോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ ഓണാഘോഷം കൊണ്ട് കളറാക്കുക. അറിയാവുന്ന തൊഴിൽ എല്ലാവരും ക്ലിയറായി ചെയ്യുന്നു. എല്ലാവരും ക്ലിയർ ആയിട്ട് ചെയ്യുക. അതെല്ലാവരും സ്വന്തമായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ചെയ്യുക. പിന്നെ എല്ലാവരും വളരെ ഒത്തൊരുമുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആനപ്പാറ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇങ്ങനെ ഒരു ക്ലബ്ബ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ ആഘോഷങ്ങൾ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി സദ്യയുടെ കാഴ്ചകളൊക്കെ വരുന്നുണ്ട് പുറകെ. ഓക്കെ, അപ്പോൾ ഇനി ഷൂട്ട് ഔട്ടിൻ്റെ അതിമനോഹരമായ കാഴ്ച. ഞാൻ അതിമനോഹരമായ കാഴ്ച എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാവേലി അടക്കം ഇവിടെ ഷൂട്ട് ഔട്ടിനായി എത്തിയിട്ടുണ്ട്. മാവേലിയും പുലിയും ഒക്കെ ഷൂട്ട് ഔട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആവേശമായ കുറേ യുവാക്കൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഷൂട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾ മുതൽ കുറച്ചൊരു ടീനേജ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മത്സര ഇനമായിട്ടാണ് കൂടുതലായിട്ട് നമ്മുടെ ഷൂട്ട് ഔട്ടിലൊക്കെ ആളുകൾ പങ്കെടുക്കുക. നമ്മുടെ പിള്ളേരും അതുപോലെ കുറച്ചൊരു ടീനേജ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന ആവേശത്തോടെ പങ്കെടുക്കുന്ന മത്സരമാണ് ഷൂട്ട് ഔട്ട് മത്സരം. അപ്പോൾ ഷൂട്ട് ഔട്ട് മത്സരം എൻ്റെ പുറകിൽ അവിടെ ആവേശമായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. മത്സരഫലം ഒന്നാം സ്ഥാനമാർക്കും 2ാം സ്ഥാനം ആദർശം.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആനപ്പാറയിലെ ഓണോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായതും വ്യത്യസ്തമായ ഒരു മത്സരമാണ് ഇന്ന്. അതിന് കുറേ പേര് ഇവിടെ തയ്യാറെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വളരെ വലിയൊരു കാര്യം. കാരണം മുളക് തീറ്റ മത്സരമാണ് ഇത്. കുറച്ചൊരു ആംബിയർ വേണം. കഴിച്ചിട്ട് കാര്യമില്ല, നല്ല എരിവുള്ള സാധനമാണ്. ആനപ്പാറയിലെ കുറച്ച് ആംബിയർ ഉള്ള ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ചെക്കന്മാരുടെ കൂടെ. ഓക്കെ, അപ്പോൾ മുളക് തീറ്റ മത്സരത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ ആദ്യമായിട്ടല്ലേ നടത്തുന്നത്? ഇവിടെ ആദ്യമായിട്ട് നടത്തുന്നത്. ഇത് കുറച്ച് കഷ്ടപ്പെടണം. 20 വയസ്സിന് മേലൊക്കെയുള്ളവർക്ക് അല്ലാതെ പിള്ളേർക്കുള്ള ഒരു പരിപാടിയില്ല. മാത്രമല്ല എരിവുള്ള മുളകാണ്, നല്ല മൂത്ത മുളകാണ്. നല്ല മൂത്ത മുളക്, നല്ല എരിവ്, നല്ല എരിവുണ്ട്. ഓക്കെ, ഞാൻ 2 വെറുതെ സാമ്പിൾ അടിച്ചാണ്. അത് നല്ല എരിവ് തന്നെയാണ്, നല്ല എരിവ് തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി ഒരു മത്സരത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത്. മുളകുമായിട്ട് ഗോപു പറഞ്ഞുകൊണ്ട് പിന്നെ ബ്രോ അമ്പലവയലിൽ നിന്ന് എരുമാടിലേക്കും നെഡോറയുടെ ഫാഷൻ യാത്ര. സ്ത്രീകൾക്കായി മാത്രം പുതുപുത്തൻ ട്രെൻഡുകളിലെ കിടിലൻ ഫാഷൻ കളക്ഷനുകളുമായി നെഡോറ ഫാഷൻ ഹബ്ബ്. അമ്പലവയലിന്റെ സ്വന്തം ഫാഷൻ ഹബ്ബ് ഇപ്പോൾ എരുമാടിലും പുതിയ ബ്രാഞ്ചുമായി. നെഡോറ ഫാഷൻ ഹബ്ബ്, അമ്പലവയൽ, എരുമാട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവേശകരമായ ചാക്കിലോട്ട മത്സരം കൂടി നടന്നു കേട്ടോ. അപ്പോൾ മത്സരാർത്ഥികൾ കുറവാണെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ ഓണാഘോഷത്തിൻ്റെ ദേശീയ മത്സരം എന്നൊക്കെ പറയുന്നത് പോലെ ഉറിയടിയാണ് അടുത്തത്. ഉറിയടിക്കായി ആവേശത്തോടെ കുറേ പേര് അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉറി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഉറിയടിയുടെ ആവേശ കാഴ്ചകൾ കാണാം ഇനി.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഉറിയടി മത്സരം കഴിഞ്ഞു. ഇനിയുള്ളത് ഇവിടുത്തെ ഐക്കോണിക് ഐറ്റം എന്നൊക്കെ പറയാം. വാഴകയറ്റമാണ് എല്ലായിടത്തും സാധാരണ നടക്കുക അല്ലേ? പക്ഷേ ആനപ്പാറയിൽ യൂക്കാലി കയറ്റ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ യൂക്കാലി മരം ഇങ്ങനെ എണ്ണയിട്ട് നല്ല കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതെന്തായാലും ഒരു ആവേശകരമായ മത്സരം തന്നെയായിരിക്കും. കാരണം യൂക്കാലിയിൽ കയറുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം. അതിനുശേഷം അജിത് ഉണ്ണി ഓണം വൈബാണ് ഒരു മിനിറ്റ് കളിക്കാം. പോട്ടെ, ഒരു മിനിറ്റ് ഉള്ളൂ, 60 സെക്കൻഡ്. പോട്ടെ പിടിച്ചേ. പോട്ടെ, ചാടിക്ക മേടിക്ക്. എണ്ണ ചിലപ്പോ പോകുന്നു. പോട്ടെ പിടിച്ചോ. അത് കേറണ്ട. അപ്പോൾ ഓണത്തിന് ഓണത്തല്ലില്ലാതെ എന്താവേശം അല്ലേ? ആനപ്പാറയിലെ മറ്റൊരു ആവേശകരമായ മത്സരമാണ് പില്ലോ ഫൈറ്റ്. നമ്മുടെ ചെറിയ ആനപ്പാറ പാലത്തിനടിയിലൂടെയുള്ള ഈ ഒരു കനാലിലാണ് ഈ ഒരു പില്ലോ ഫൈറ്റ് മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആവേശകരമായ മത്സര കാഴ്ചകൾ, പില്ലോ ഫൈറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ ആവേശം എത്രത്തോളം ഉണ്ടെന്ന്. അത് കഴിഞ്ഞാൽ നമ്മുടെ വ്യത്യസ്തമായ മത്സരം കട്ടൻസ് ഏറ്റൽ മത്സരം, മരത്തടി എത്ര ദൂരം ഏറ്റും, അത് ഏറ്റവും കൂടുതൽ ദൂരം ഏറ്റുന്ന ആളാണ് അതിലെ വിജയി ആയിരിക്കുക. അപ്പോൾ മത്സരങ്ങൾ കാഴ്ചകളിലേക്ക് പോകാം ഇനി.
ഫിഷിംഗ് മത്സരമാണ് എല്ലാവരും നല്ല കയ്യടി, എല്ലാവരും നല്ല കാണികൾ, എല്ലാവരും നല്ല കയ്യടി നൽകേണ്ടതാണ്. ഒന്നാം സമ്മാനം വടംവലി സുരേഷ് ചെയ്യുന്ന മത്സരം ആരംഭിക്കുന്നു. ഗോപു, ചന്ദ്രൻ സി, അബ്ദുൾ റഹ്മാൻ ടീമുകൾ എത്രയും പെട്ടെന്ന് റെഡിയാകും. അമ്പലവയലിൽ നിന്ന് എരുമാടിലേക്കും നെഡോറയുടെ ഫാഷൻ യാത്ര. സ്ത്രീകൾക്കായി മാത്രം പുതുപുത്തൻ ട്രെൻഡുകളിലെ കിടിലൻ ഫാഷൻ കളക്ഷനുകളുമായി നെഡോറ ഫാഷൻ ഹബ്ബ്. അമ്പലവയലിന്റെ സ്വന്തം ഫാഷൻ ഹബ്ബ് ഇപ്പോൾ എരുമാടിലും പുതിയ ബ്രാഞ്ചുമായി. നെഡോറ ഫാഷൻ ഹബ്ബ്, അമ്പലവയൽ, എരുമാട്. അങ്ങനെ പില്ലോ ഫൈറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മത്സരങ്ങളിലെ, ആനപ്പാറയിലെ ഓണോത്സവത്തിലെ മത്സരങ്ങളിലെ ഏറ്റവും ഭാരമേറിയ മത്സരം, അങ്ങനെ പറയാൻ കാരണം കട്ടൻ സേറ്റൽ മത്സരമാണിത്. ഭാരം കൂടിയ മരക്കഷ്ണം, അത് എത്ര ദൂരം, ഏറ്റവും കൂടുതൽ ദൂരം ചുമക്കുന്ന ആൾ വിജയിക്കുന്ന മത്സരം. അപ്പോൾ മത്സരത്തിൻ്റെ ഈ ഭാരമേറിയ മത്സരത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇനി. ചെറുപടയുടെ കൊടുമുടി കൊടുക്കാൻ പൊടിപറത്തിയോളമായി ചുടയുടെ പെരും പടമെടുത്തൊരു ചെറുപടയുടെ ഭരവിത തകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കരുളും
എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമ്മളിന്ന് ആനപ്പാറയിലെ ഓണോത്സവത്തിൽ പങ്കുചേർന്നു. അവരുടെ മത്സരങ്ങൾക്കും അവരുടെ സന്തോഷത്തിനൊപ്പം ഓണാവേശത്തിനൊപ്പം നമ്മളും പങ്കുചേർന്നു. അവരുടെ ഓണോത്സവം എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിരുന്നു. ഇവിടുത്തെ ഒരു സംഘടനമാണെങ്കിലും ആളുകളുടെ പങ്കാളിത്തമാണെങ്കിലും എല്ലാം കൊണ്ടും വളരെ സമ്പന്നവും സന്തോഷവും ഒക്കെ ആക്കി അവരങ്ങനെ ഓണം തകർത്ത് ആഘോഷിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഇവരുടെ ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇത്രയും വലിയൊരു മത്സരങ്ങൾ, ഇത്രയും വലിയൊരു ആഘോഷം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ്. ഓരോ മത്സരങ്ങൾക്കും മികച്ച പങ്കാളിത്തം, അതുപോലെ തന്നെ ആ ഒരു മത്സരങ്ങളുടെ ഒരു സ്പിരിറ്റൊക്കെ അവർ ഉൾക്കൊള്ളുന്നുണ്ട്. ഓരോ മത്സരങ്ങൾക്കും എല്ലാവരും പങ്കെടുക്കുക, അതിനൊപ്പം തന്നെ പങ്കെടുക്കുന്നവരെ കൈയടിച്ച് വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെ തന്നെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇവിടെ നമ്മുടെ ആനപ്പാറയിലെ ഓണോത്സവം അത് വളരെ ഗംഭീരമാക്കി മാറ്റി. അവസാനത്തെ വടംവലിയോടുകൂടി, വടംവലിയായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഏറ്റവും ആവേശകരമായ മത്സരം കൂടി. കാരണം ഇവിടുത്തെ പ്രാദേശികമായ ടീമുകളായിരുന്നു അതിൽ മത്സരിച്ചത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആവേശ കാഴ്ചകൾ ഞങ്ങളിവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അമ്പലവയലിൽ നിന്ന് എരുമാടിലേക്കും നെഡോറയുടെ ഫാഷൻ യാത്ര. സ്ത്രീകൾക്കായി മാത്രം പുതുപുത്തൻ ട്രെൻഡുകളിലെ കിടിലൻ ഫാഷൻ കളക്ഷനുകളുമായി നെഡോറ ഫാഷൻ ഹബ്ബ്. അമ്പലവയലിന്റെ സ്വന്തം ഫാഷൻ ഹബ്ബ് ഇപ്പോൾ എരുമാടിലും പുതിയ ബ്രാഞ്ചുമായി. നെഡോറ ഫാഷൻ ഹബ്ബ്, അമ്പലവയൽ, എരുമാട്.